നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും എവറിത്തിങ് അറ്റ് ട്യൂബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSCയുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനാണ് നോക്കുന്നത്. കറണ്ട് അഫയേഴ്സിൽ 2025 കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള, അതായത് 10th ലെവൽ മുതൽ മുകളിലോട്ട് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് 2025 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച പുതിയ നിയമമാണ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട്. അതായത് ഓൺലൈനായി പണം വച്ച് നടത്തുന്ന ചൂതാട്ട കളികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇത്. ആർട്ടിക്കിൾ 117(1), 117(3) എന്നിവ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ശുപാർശയോടെയാണ് ഫിനാൻസ് ബില്ലായിട്ട് ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. എന്താണ് നമ്മുടെ ഓൺലൈൻ ചൂതാട്ടത്തെ സംബന്ധിച്ച് നിലവിലെ നമ്മുടെ രാജ്യത്തെ സ്ഥിതി? ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം നിയമവിരുദ്ധമായ ചൂതാട്ടവും വാതുവയ്പും ശിക്ഷാർഹമാണ്. ഓൺലൈൻ എന്ന് പറയുന്നില്ല, നിയമവിരുദ്ധമായ ചൂതാട്ടവും വാതുവയ്പും ശിക്ഷാർഹമാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 111, 112 എന്നിവ പ്രകാരം നിയമവിരുദ്ധമായി ചൂതാട്ടവും വാതുവയ്പും നടത്തുന്നവർക്ക് 1 വർഷം മുതൽ 7 വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാം. അത്തരമൊരു കുറ്റമാണ് ഓൺലൈനായി ചൂതാട്ടവും വാതുവയ്പും, നിയമവിരുദ്ധമായി നടത്തുന്ന ചൂതാട്ടവും വാതുവയ്പും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അതിൻ്റെ സെക്ഷൻ 69A പ്രകാരം നിയമവിരുദ്ധമായിട്ട് ഉള്ള വെബ്സൈറ്റുകളും ലിങ്കുകളും നിരോധിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ഇനി IT, അതായത് ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് റൂൾസ് 2021 അതുപ്രകാരം ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആക്ട് 2017 IGST ആക്ട് അതുപ്രകാരം നമ്മുടെ രാജ്യാന്തര അതിർത്തിക്ക് പുറത്ത് നിന്ന് നടത്തുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ ഈ IGST ആക്ടിലുണ്ട്. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉണ്ട്. അതുപോലെ വാതുവയ്പിന് സിനിമാ താരങ്ങളെയും കായിക താരങ്ങളെയും പരസ്യത്തിൽ ഉപയോഗിക്കുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി തടഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓൺലൈനായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യയിൽ എങ്ങനെ നിയന്ത്രിക്കും എന്ന ആലോചനയിൽ നിന്നാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പുതിയ നിയമപ്രകാരം ഓൺലൈൻ ഗെയിമുകളെ 3 ആയിട്ട് തിരിക്കുന്നു: ഇ സ്പോർട്സ്, ഓൺലൈൻ സോഷ്യൽ ഗെയിംസ്, ഓൺലൈൻ മണി ഗെയിംസ്. ഇ സ്പോർട്സ് എന്ന് പറയുമ്പോൾ PUBG പോലെയുള്ള ഗെയിമുകൾ ഇ സ്പോർട്സിലാണ് വരുന്നത്. ഓൺലൈൻ മണി ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിരന്തരം TV-യിൽ കാണുന്ന Dream11, റമ്മി, പോക്കർ, വിൻസോ ഇങ്ങനെയുള്ള കളികളാണ് ഓൺലൈൻ മണി ഗെയിം, പണം വച്ചുള്ള ഓൺലൈൻ ഗെയിമുകൾ. ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്ത് നിന്നോ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരം നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ളതാണെങ്കിലും ഇന്ത്യക്ക് പുറത്ത് നിന്ന് നിയന്ത്രിക്കുന്നതാണെങ്കിലും നമ്മുടെ ഈ പുതിയ നിയമത്തിന് കീഴിൽ വരും. ഈ പുതിയ നിയമം പ്രകാരം ഓൺലൈൻ മണി ഗെയിംസിനെ ഈ പുതിയ നിയമം പൂർണ്ണമായും തടയുന്നു, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതായത് Dream11, റമ്മി, പോക്കർ, വിൻസോ തുടങ്ങിയ കളികൾ ഈ പുതിയ നിയമം വരുന്നതോടുകൂടി നിർത്തലാക്കപ്പെടും. അതേസമയം ഇ സ്പോർട്സ്, ഓൺലൈൻ സോഷ്യൽ ഗെയിംസ് ഇതിനെയെല്ലാം കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു, ഈ പുതിയ നിയമം വഴി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം അത് പൈസ വച്ചിട്ടുള്ള കളികളല്ല, അല്ലാതെ ഉള്ള കളികളാണ്. അതൊരു സ്പോർട്സ് ഇനമായിട്ട് അല്ലെങ്കിൽ ഒരു ഗെയിം ഇനമായിട്ട് കേന്ദ്ര സർക്കാർ കൺസിഡർ ചെയ്യുന്നു. എന്നാൽ പണം വച്ചിട്ടുള്ളത് ഒരുപാട് പേർക്ക്, രാജ്യത്തെ ഒരുപാട് ജനങ്ങളുടെ പണം തട്ടിപ്പറിക്കുന്ന ഒരു ഇതായതുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ പുതിയ നിയമപ്രകാരം
ഓൺലൈനായിട്ട് ഗെയിമിംഗ് നടത്തുന്ന ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഒരു ദേശീയ തലത്തിൽ ഒരു അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. ആ അതോറിറ്റി തന്നെ ഈ ഇത്തരം ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുകയും ചെയ്യും. ഇനി ഓൺലൈൻ മണി ഗെയിംസ് ഈ പുതിയ നിയമം തടയുന്നു. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഓൺലൈൻ മണി ഗെയിംസ് നടത്തിയാൽ ഉള്ള ശിക്ഷയും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. 3 വർഷം വരെ ജയിൽ ശിക്ഷയോ 1 കോടി രൂപ പിഴ ശിക്ഷയോ ഇങ്ങനെ ഓൺലൈൻ മണി ഗെയിംസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ശിക്ഷയായിട്ട് ലഭിക്കും. ചിലപ്പോൾ 3 വർഷം വരെ ജയിൽ ശിക്ഷയായിരിക്കാം, അല്ലെങ്കിൽ 1 കോടി രൂപ പിഴയായിരിക്കാം, ചിലപ്പോൾ രണ്ടും കൂടിയും കിട്ടാം. ഇനി ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ട സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തി വീണ്ടും ഇതേ കുറ്റം ഓൺലൈൻ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോം പ്രവർത്തിപ്പിച്ചാൽ, അതായത് വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ 3 വർഷം ജയിൽ ശിക്ഷ എന്നത് 5 വർഷം വരെ ജയിൽ ശിക്ഷയും 2 കോടി രൂപ പിഴയും കിട്ടുന്ന കുറ്റമായിട്ട് മാറും. അതുപോലെ തന്നെ ഓൺലൈൻ മണി ഗെയിംസിന് വേണ്ടി ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഉള്ള പരസ്യങ്ങളിൽ അഭിനയിക്കുന്നവർക്ക്, സിനിമാ താരങ്ങളും കായിക താരങ്ങളെ ഉപയോഗിച്ച് ഇത്തരം പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരസ്യങ്ങളിൽ അഭിനയിച്ചാൽ ആ അഭിനയിക്കുന്നവർക്ക് 2 വർഷം വരെ ജയിൽ ശിക്ഷയോ 50 ലക്ഷം രൂപ പിഴ ശിക്ഷയോ കിട്ടുന്നതിനും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷം വരെ ജയിൽ ശിക്ഷയും 50 ലക്ഷം രൂപ പിഴ ശിക്ഷ രണ്ടും കിട്ടുന്നതിനും ഉള്ള കുറ്റമായിട്ട് മാറുന്നുണ്ട് പുതിയ നിയമപ്രകാരം. അപ്പോൾ ഇത്രയാണ് ഓൺലൈൻ മണി ഗെയിംസിനെ തടയുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൺലൈൻ ഗെയിമിനെ എത്രയായിട്ട് തിരിക്കുന്നു. ഈ സ്പോർട്സ്, ഓൺലൈൻ സോഷ്യൽ ഗെയിംസ്, ഓൺലൈൻ മണി ഗെയിംസ്, ഇങ്ങനെ 3ആയിട്ട് തിരിക്കുന്നു എന്നുള്ള ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഓൺലൈൻ മണി ഗെയിം നടത്തിയാൽ ഉള്ള ശിക്ഷ, ആ നിയമത്തിൽ പറയുന്ന ശിക്ഷ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ ചോദ്യം ചോദിക്കാൻ പറ്റുന്നൊരു പോർഷനാണ്. ഇനി അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പോർഷൻ കൂടെ മനസ്സിലാക്കണം. ഓൺലൈൻ തട്ടിപ്പുകൾ അറിയിക്കുവാനുള്ള അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടുന്നതിനുള്ള പ്രചോദനം. നന്ദി.